വാഴ 2 മിക്ക ആൾക്കാരും ഇതിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ടല്ലോ, ഒരാൾ മാത്രമാണ് നാട്ടിൽ നിൽക്കുന്നത്, ബാക്കി എല്ലാവരും UK പോകുന്നു. പക്ഷെ അവർ കാണുന്നതെല്ലാം ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ഫോട്ടോസും റീൽസും മറ്റേതൊക്കെയാണ്. അതിൻ്റെ ബാക്കിലുള്ള സ്ട്രഗിളൊന്നും അവർ കാണുന്നേയില്ല. ഇതാണ് റിയാലിറ്റി. വാട്ട് യു സീ ഇൻ ഇൻസ്റ്റഗ്രാം, വാട്ട് യു സീ ഇൻ ഫേസ്ബുക്ക്, ഓൾ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ എല്ലാം റിയാലിറ്റി. അതിൻ്റെ ബാക്കിൽ എന്തായാലും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഉണ്ട്. അവരെന്തായാലും ആ ഒരു സ്ട്രഗിൾസ് ഒന്നും എന്തായാലും നമ്മൾ ആരായാലും ആ സ്ട്രഗിൾസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ റീൽസ് മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യുവർ വേൾഡ് ഓൾസോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൺ ആണ്, പീപ്പിൾ ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ മച്ച് ലൈക്ക് ബിഫോർ. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ മാത്രമല്ല. യു ഹാവ് ടു ടോക്ക് ടു ദ പീപ്പിൾ അറൗണ്ട് യു. അവരെ സ്റ്റോറി അറിയാൻ പറ്റുക, ഇഫ് യു ഹാവ് ദ ലിസ്ണിംഗ് കപ്പാസിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ലിസ്ണിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ തന്നെ രീതിയിലാക്കണം. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒബ്സർവ് ചെയ്യുക, ബാക്കി ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇത് റിയാലിറ്റി അല്ല. ഡോണ്ട് കമ്പയർ യുവർ സ്റ്റോറി വിത്ത് അതർ പീപ്പിൾസ് ഓൾസോ. ലൈക്ക് അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ യു ആർ ജസ്റ്റ് പുട്ടിങ് യുവർ സെൽഫ് ഡൗൺ. കാരണം നിങ്ങൾ അവരെ സ്ട്രഗിൾ ഹോൾ സ്റ്റോറി അറിയുന്നില്ല. അറിയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ നിങ്ങൾ അറിയില്ല. അതാണ് റിയാലിറ്റി. പിന്നാമ്പുറ കഥകൾ പലപ്പോഴും നമ്മൾ അറിയില്ല.